വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്കന്ദഷഷ്ഠി ദിവസമാണ്. സ്കന്ദഷഷ്ഠി 1-ാം ദിവസമാണ്. അതുകൊണ്ടിട്ട് തന്നെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പുഷ്പങ്ങളൊന്നും പറിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേദിവസവും ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ വൈകിട്ടൊന്നും പൂ പറിച്ച് വയ്ക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പൊതുവേ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഹസ്ബൻഡ് കൂടി വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് പൂക്കളൊക്കെ പറിച്ച് വെച്ചിട്ട് കത്തിക്കാറുണ്ടായിരുന്നത്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര മഴയുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് തട്ടത്തിൽ ഇങ്ങനെ ഇതളുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭഗവാന് പൂവൊന്നും വെക്കാതിരുന്നപ്പോൾ ഒരു വിഷമം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഭഗവാന് വിളക്കൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭഗവാന് നമ്മൾ ആ സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ പുറത്തൊരു സൗണ്ടില്ല, നാച്ചുറിൻ്റെ ഒരു സൗണ്ട് പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ്. നമ്മളും ഭഗവാനും മാത്രമുള്ളൊരു എനർജി, ആ ഒരു കണക്ഷൻ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ആ ഒരു ടൈമിൽ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ, ഒരു പോസിറ്റീവ് എനർജി വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാം, സുബ്രഹ്മണ്യൻ്റെ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാം. പിന്നെ കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനും ദാമ്പത്യ ദുരിതത്തിനും ഒക്കെ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള നാമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ നമുക്ക് സ്കന്ദഷഷ്ഠി കവചം ചൊല്ലാം. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും എൻ്റെ കയ്യിൽ, ഈ പുസ്തകങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ഫോണിൽ പ്ലേ ചെയ്തിട്ട് കേൾക്കാറാണ് പതിവ്. രാവിലെ ഈ ടൈമിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം അത് ഇങ്ങനെ പ്ലേ ചെയ്യും ഫോണിൽ. അങ്ങനെ ശ്രവിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ സുബ്രഹ്മണ്യ ഗായത്രിയൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ ഞാൻ ചൊല്ലാറുള്ള സുബ്രഹ്മണ്യൻ്റെ ഗായത്രി മന്ത്രവും 2-3 മന്ത്രങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഭയങ്കര ഒരു ഫലം തരുന്നൊരു മന്ത്രമാണ് ഇത്. ഈ മന്ത്രങ്ങൾ ഈ 6 ദിവസം ചൊല്ലുന്നത് ഭയങ്കര ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഭയങ്കര റിസൾട്ടാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് 108 ചൊല്ലാം, 336, 1008 നമുക്ക് പറ്റാവുന്നത്ര നമുക്ക് ഈ പറയുന്ന മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഭഗവാനെ സുബ്രഹ്മണ്യൻ ഭഗവാന് ഗായത്രി മന്ത്രവും 2 മന്ത്രവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളതൊക്കെ എഴുതിയെടുത്ത് അത് രാവിലെ ഈ 6 ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭയങ്കര ഒരു റിസൾട്ട് തരുന്ന ഒരു മന്ത്രമാണത്. അപ്പോൾ എല്ലാവർക്കും എഴുതിയെടുത്ത് അത് ഭഗവാന് രാവിലെയും വൈകിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. കുടുംബ ഐശ്വര്യത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ടും കുടുംബ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് അടുത്തത്. അത് ഞാനിവിടെ ആഡ് ചെയ്യാമേ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ രോഗശമനത്തിനും ശാന്തി, സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് അടുത്തത് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മന്ത്രങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും 108 തവണയെങ്കിലും ജപിക്കണം. അപ്പോൾ എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ പഴവും ആപ്പിളും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദശനിക്ക് കേക്കും അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ഫ്രൂട്ടി. പിന്നെ 2 സ്നിക്കേഴ്സും 2 കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് പച്ചരിച്ചോറും ഒരു ചെറിയ തേങ്ങയും മുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പുളിയും ഉപ്പും ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഫസ്റ്റ് ഇത് കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച്
കുറച്ച് പാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് വേണ്ടി പച്ചരി ചോറും കൂടാതെ ചമ്മന്തി ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളും രാവിലത്തെ ആ കട്ടൻ ചായ ഉണ്ടാക്കിയ ഗ്ലാസും കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പാത്രങ്ങളും അതാത് സ്ഥാനത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ അനിയത്തി മാത്രമാണ് വ്രതം പിടിക്കാത്തത്. അതുകൊണ്ട് അവൾക്ക് തലേ ദിവസം ഉണ്ടാക്കി ഫ്രൈ ചെയ്ത ഫിഷാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ദക്ഷിണേനെ വിളിക്കാൻ സമയമായപ്പോൾ ഉച്ചയ്ക്ക് ദക്ഷിണേനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു, കുളിപ്പിച്ചു. അപ്പോൾ വൈകിട്ട് ഈവനിങ്ങായി ഫ്രഷായി വീണ്ടും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് ഞാൻ നേരത്തെ ആഡ് ചെയ്ത മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഒരുപാട് തവണ ജപിച്ചു. ആ 3 മന്ത്രങ്ങളും ഗായത്രി മന്ത്രങ്ങളും ഒക്കെ ജപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ കവചമൊക്കെ കേട്ട് ഫോണിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് ശ്രവിച്ച ശേഷം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത ശേഷം നമ്മൾ പിന്നെ ഗോതമ്പിലെ ഭക്ഷണമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ സ്കന്ദഷഷ്ഠി ദിവസത്തിലെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.